ഹായ്, ഞാൻ ശ്രീജിത്ത്, ആദി അക്വാ ഷോപ്പ്. ഒരു ചെറിയ അക്വേറിയം എങ്ങനെയാണ് ഒട്ടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുള്ള എല്ലാ ഗ്ലാസിന്റെ പീസുകളും ഇവിടെ ഉണ്ട്. ഇത് മാസ്ക് ടാപ്പ് ആണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എക്സ്പീരിയൻസിലാണ് ഇത് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ഫ്രണ്ട് ഇതിലേക്ക് വരുന്നത് ക്ലിയർ ആയിട്ട് ഗമ്മ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നതാണ്. ഇതുപോലെ ഒട്ടിക്കുവാണ് വേണ്ടത്. ഫ്രണ്ടിലേക്ക് മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഇതേ മോഡൽ ഒട്ടിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ഇത് ക്ലിയർ ആയിട്ട് ഗമ്മ കൂടി ആവാതെ കിട്ടും. ആ സിൽക്കാണ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അടിയിൽ വരുന്ന പീസ് വെക്കുക, എന്നിട്ട് അതിന്റെ സിൽക്കം കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ വരുന്ന പീസ് എടുത്തിട്ട് നമുക്ക് അവിടെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു പലക വെച്ച് കൊടുക്കാം. കറക്റ്റായി തന്നെ വെച്ച് കൊടുക്കണം. ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സൈഡിലെ പീസ് പിടിപ്പിക്കാൻ ഗമ്മ് ചെയ്യാം. സൈഡിൽ പീസിനെല്ലാം ഗമ്മ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കറക്റ്റായിട്ട് തന്നെ സൈഡിലെ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ സൈഡിൽ വരുന്ന ഗമ്മെല്ലാം ക്ലിയർ ചെയ്തെടുക്കേണ്ടതാണ്. ഗമ്മ് ക്ലിയർ ചെയ്തെടുക്കേണ്ടതാണ്. അടുത്ത സൈഡിലേക്കുള്ള ഗമ്മ് ചെയ്യാം. അടുത്തതിലേക്ക് ഗമ്മ് ചെയ്താൽ തന്നെ അടുത്ത പീസ് കൊടുത്തതിന് സെറ്റ് ആവുന്നതാണ്. അടുത്ത പീസ് എടുത്ത് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് അടുത്ത ഫ്രണ്ട് പീസിലേക്കുള്ള ഇതിന് ഗമ്മ് ചെയ്യാം. അടുത്ത ഫ്രണ്ട് പീസിലേക്കുള്ള ഇതിന് ഗമ്മ് കൊടുക്കാം. അത് ഇതിനാണ് ഗമ്മ് ചെയ്യേണ്ടത്. രണ്ട് സൈഡിനും ഗമ്മ് ചെയ്യുക. അടി സൈഡിനുള്ളത് ഇതിനേക്ക് ഗമ്മ് ചെയ്യുക. നമുക്കിനി ഫ്രണ്ട് അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ക്ലിയർ ആക്കാം. ഇതുപോലെയാണ് ഒരു അക്വേറിയം ഒട്ടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ അക്വേറിയം വീട്ടിൽ തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ക്ലിയർ ആയി വരണമെന്നില്ല. ഒരു കുറച്ച് അക്വേറിയം ഒട്ടിക്കുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും. പിന്നെ അത് മാസ്കിൻ്റെ ടൈപ്പ് എടുത്തിട്ട് നമുക്കത് ഒന്ന് ചെയ്താൽ ക്ലിയറായി ഉള്ളിൽ ഗമ്മ് ചെയ്യുന്നതിന് നല്ലതാണ്. ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ ഉള്ളിൽ നമുക്ക് ഗമ്മ് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല.
ഇനി നമുക്ക് ഉള്ളിൽ ഗമ്മ് ചെയ്യാം. ഇത് ചെയ്തതിനു ശേഷം ഉള്ളിൽ ഗമ്മ് കൊടുക്കുന്നത് എവിടെയും ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലിയർ ആയിട്ട് ഇതാണ് വിരൽ വെച്ചിട്ട് ക്ലിയർ ആയി കൊടുക്കുക. എല്ലാ സൈഡിനും ഇതുപോലെ തന്നെ ഗമ്മ് ചെയ്യുക. ഉള്ളിൽ ഒരു കാരണവശാൽ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ഇതും ക്ലിയർ ആയിട്ട് വിരലും കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കുക. ഉള്ളിൽ ഗമ്മ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത മാസ്ക് ടേപ്പ് അപ്പോൾ തന്നെ എടുത്ത് കളയുക. അപ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവും. അക്വേറിയം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.